ഹലോ നമസ്കാരം. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഗംഗാധര മേനോനും മനുവും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ശിവേട്ടൻ വരുന്നുണ്ട് കേട്ടോ. അന്നേരം ഗംഗാധര മേനോൻ ശിവേട്ടനോട് പറയുന്നുണ്ട്, ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി, കുറച്ച് കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, കോൺഫിഡൻഷ്യലാണ്, ഫോണിൽ കൂടെ സംസാരിച്ചാൽ തീരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞാൻ എപ്പോൾ വന്നു, എന്തിനു വന്നു, കേട്ടും അടുത്തോണ്ട് നിന്നോട് മുൻകൂട്ടി പറഞ്ഞേ ഉള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ ഗംഗേട്ടാ അത്രക്കും സീരിയസ് ആണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, അതേ സീരിയസ് ആണ്, എന്നാൽ നമുക്ക് അകത്ത് പോയി സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട്, ചായ കുടിച്ചു എന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, അവിടുന്ന് രക്ഷപ്പെട്ട് വന്നതാന്ന് പറയാണ്. അങ്ങനെ 3 പേരും അകത്തേക്ക് കയറി പോവാട്ടോ. എന്നിട്ട് ഗംഗേട്ടൻ ഹരിയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയുണ്ട് ഹരി എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, ജാമ്യം കിട്ടുമെന്ന് ഉറപ്പില്ല. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, ജാമ്യം കിട്ടുക വെച്ചാന്ന്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, അറിയില്ല, ശരണേരെ മൊഴി പോലെ ഇരിക്കും, പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ഹരി അവളെ ഉപദ്രവിച്ചില്ല എന്ന് അവൾ പറഞ്ഞാൽ അവന് ജാമ്യം കിട്ടുമെന്ന് പറയാണ്. എന്നിട്ട് ശിവേട്ടനും ഗംഗേട്ടനും ഒരു മുറിയിൽ തനിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞാൻ അർജൻറ്റായിട്ട് വന്നത് ഒരു കാര്യം പറയാനാണെന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ കുനൂരേക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നു, അത് സ്റ്റാലിൻ ജോസഫിൻ്റെ അഡ്രസ്സ് തേടിയായിരുന്നു എന്ന് പറയാണ്. അലീനയെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാനാണ് അയാളുടെ തീരുമാനം എന്ന് പറയണം. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് നല്ലതല്ലേ ഗംഗേട്ടാ. അന്നേരം പറയുന്നുണ്ട്, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അത് നല്ലതാണ്, പക്ഷേങ്കിൽ അതിന് ബാക്കിൽ കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ശിവേട്ടൻ പറയുന്നുണ്ട്, ബാലചന്ദ്രന് വേറെ ഉദ്ദേശമൊന്നും കാണില്ലല്ലോ, നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ലേ അവളെ സ്റ്റാലിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ്റെ നല്ല ഉദ്ദേശമായിരിക്കും, പക്ഷേങ്കിൽ എങ്ങനെ കാണും, പിന്നെ സ്റ്റാലിൻ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും, വൈജയന്തി എവിടെയെന്ന് അന്വേഷിക്കും, പണ്ടത്തെ കാര്യങ്ങളെല്ലാം ചെകഞ്ഞെടുക്കും, കേസിന് വരെ പോകും. ശിവൻ പറയുന്നുണ്ട്, ഗംഗേട്ടൻ പറയുന്ന കേട്ടിട്ട് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നല്ലോ എന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, നമ്മൾ എല്ലാ ഭാഗവും ചിന്തിക്കണ്ടേ ശിവ. എന്നിട്ട് ശിവേട്ടൻ പറയുന്നുണ്ട്, നമ്മളെ കയ്യിൽ നിന്ന് എല്ലാം കൈവിട്ട് പോയില്ലേ ഗംഗേട്ട, ഇനിയിപ്പോൾ ബാലചന്ദ്രൻ ഇന്നോ നാളെയായിട്ട് സ്റ്റാലിനെ കാണാൻ പോകും, നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, ശിവൻ ഒന്ന് ബാലചന്ദ്രനെ വിളിക്കുകയെന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ട് എന്ത് പറയാനാ, സ്റ്റാലിനെ കാണണ്ടെന്ന് പറയുമോ. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, അയാൾക്ക് സ്വീകാര്യമായ ഒരു കാര്യം മുന്നോട്ട് വെക്കണം എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, അയാൾക്ക് സ്വീകാര്യമായ ഒറ്റൊരു കാര്യമുള്ളൂ, അലീനയെ ആ വീട്ടിൽ നിർത്തണം എന്നുള്ളത്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് വൈജയന്തി സമ്മതിക്കുമോ. എന്നിട്ട് ശിവേട്ടൻ പറയുന്നുണ്ട്, ഒരു രക്ഷയില്ല ഗംഗേട്ട, നമുക്ക് അവളെ ഇവിടുന്ന് കൊന്നിട്ട് അവിടെ കൊണ്ടിടണം, അതേ നടക്കുമെന്ന് പറയണം. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, നമുക്ക് ഇടവും വലവും നിന്ന് അവളെ കവളത്ത് 2 എണ്ണം പൊട്ടിച്ചിട്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ അവൾ പോകത്തില്ലേ എന്ന് പറയണം. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, ഇവിടുന്ന് പോകുമായിരിക്കും, പിന്നെ അവിടെ ഒരു